ഓർമ്മച്ചപ്പിൽ പിതാവ് പറയുന്നുണ്ട്, നമ്മളെ ഉള്ളൊരുക്കുന്ന സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ അത് പുറത്തുള്ളവരോട് പറയുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാണ് ഉരുകി തമ്പുരാനോട് അപേക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ പിതാവിനെ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടുമാണ് എല്ലാവരും കാണുന്നത്. ഇക്കാലത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു ക്വാളിറ്റിയുമാണത്. ബീങ് പീപ്പിൾ ഓഫ് പേഴ്സൺസ് ഓഫ് ഡീപ്പ് പ്രെയർ, ആ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അപ്പോൾ പിതാവിന് അതേക്കുറിച്ച് എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? ഇങ്ങനെ ഞാനൊരു പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്ന് പറയുമ്പോൾ എനിക്ക് ആ പടം വലിയ ആശങ്ക ആകുലത ഉണ്ടാകാറില്ല. ഞാൻ അത്ര വലിയ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവർ പറയുമ്പോൾ എന്താ അതിനകത്ത് ഞാൻ ഇതുമാത്രം അധികമൊന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഞാൻ സാധാരണയിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം സത്യമാണ്, ചില ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടാകും. മറ്റുള്ളവർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, പിന്നെ അവർക്ക് സഹായിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു നിസ്സഹായാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നു. ആ ഒരു നിസ്സഹായാവസ്ഥയിൽ വാസ്തവത്തിൽ പ്രാർത്ഥന അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള നിസ്സഹായാവസ്ഥയിലാണ്. എനിക്ക് എൻ്റേതായ ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ നിർബന്ധിതനായിത്തീരും. അവിടെയാണ് പ്രാർത്ഥന ഉടലെടുക്കുന്നത്. അവിടെയാണ് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ സെമിനാരി ജീവിതകാലത്താണ് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എനിക്ക് കൂടുതലുണ്ടായി. പക്ഷേ പുറമേ നോക്കുമ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെമിനാരി കാലത്ത് ഒരു വിരസതയോ ഒരു ഉത്സാഹമില്ല, എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എന്താണ് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുറമേ നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യതാബോധം ഉണ്ടായിട്ടുണ്ട്. അതാരോടും പങ്കുവയ്ക്കാൻ സാധിക്കുകയില്ല. സ്പിരിച്വാലിസ്റ്റിനോടും പറഞ്ഞിട്ട് വലിയ സൊല്യൂഷനൊന്നുമില്ല ഇവിടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് അവധിക്കാലത്ത് എനിക്കത് കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഞാൻ അവധിക്ക് ഇന്നത്തെ പോലുള്ള സെമിനാരിക്കാർക്ക് വേണ്ടി ഒരു പരിപാടികളോ ക്യാമ്പുകളോ സെമിനാറുകളോ ഒന്നുമില്ല. അപ്പം അവധിക്കാലത്ത് പിന്നെ വീട്ടിലായിരിക്കും, പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പിന്നെ അങ്ങനെയുള്ളൂ. ഞാൻ ഉച്ച കഴിഞ്ഞും രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വൈകുന്നേരവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് കുറേ നേരം അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. വേറെ ആരെയും കണ്ടു വിചാരിച്ചിനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണും, അതിനപ്പുറത്ത് ചിലപ്പം കണ്ടില്ലെന്ന് വരും. പക്ഷേ പള്ളിയിലിരുന്ന് ദീർഘനേരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിങ്ങനെയുള്ള അവസരങ്ങൾ എനിക്ക് ആവശ്യബോധം തോന്നി. വേറെ ആശ്രയമില്ല. പള്ളിയിൽ ഏകാന്തതയിൽ ആരുമില്ല, വേറെ ആരുമില്ല. ഏകാന്തതയിൽ ഇരുന്ന് ദീർഘനേരം വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. എൻ്റെ അവസ്ഥ, ആ അവസ്ഥ തുറന്നു വെച്ച് അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവധിക്കാലത്ത് മിക്കവാറും ദിവസങ്ങൾ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ അസ്വസ്ഥത, ആ ഒരു വാക്യം ഉള്ളിൽ തോന്നുന്ന ഒരു അവസ്ഥാവിശേഷം, അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്നത്. അത് എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ആ പ്രതിസന്ധികളെ തരണം ചെയ്തത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ബോധ്യം ഉണ്ടായിട്ടുണ്ട്, പ്രാർത്ഥന ആണ് ഒരു ആത്യന്തികമായിട്ട് അവസാനത്തെ സൊല്യൂഷൻ പ്രാർത്ഥനയാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റു ചില അവസരങ്ങളിൽ ഞാൻ ചില പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചുമതല വഹിച്ച അവസരത്തിൽ ചില അവസരങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, അനുസരിക്കപ്പെടാതെ പോകുന്നു, അച്ചടക്കരാകത്തി അങ്ങനെയുള്ള അവസരം ഞാൻ അവിടെയും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. ഞാൻ ആ സമയത്ത് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധ്യം, പ്രാർത്ഥനയുടെ ആ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് അതേപറ്റി പറയാനുള്ളത്. പിതാവ് ഇപ്പോൾ പറഞ്ഞത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന വളരെ ആഴമുള്ള ഒരു അഡ്വൈസാണ്. കാരണം വാട്ട് എവർ ഇസ് മോസ്റ്റ് പേഴ്സണൽ ഇസ് മോസ്റ്റ് യൂണിവേഴ്സൽ എന്നാണല്ലോ. എല്ലാവരും കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയാണിത്. നമുക്ക് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ആത്യന്തികമായി ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുകയുള്ളൂ. അത് ഈശോയുടെ ഉത്തരവാണ് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിൽ നിന്ന് അതിന് പ്രത്യേകം നന്ദി പിതാവേ.